കേരളത്തിൽ സ്വർണം ഒരു അലങ്കാരം എന്നതിലുപരി സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലാണ് പലരും കാണുന്നത്. വിവാഹ ആവശ്യങ്ങൾക്കായും ഭാവിയിലെ സാമ്പത്തിക സുരക്ഷയ്ക്കായും സ്വർണം വാങ്ങുന്നവർ ഇന്ന് വളരെ കൂടുതലാണ്. പക്ഷേ സ്വർണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാം. ഇന്ത്യയിൽ നിലവിൽ ബിസ് ഹോൾമാർക്ക് ഉള്ള സ്വർണം മാത്രമാണ് നിയമപരമായി വിൽക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. ഹോൾമാർക്ക് എന്നത് ഇന്ത്യൻ സർക്കാർ അംഗീകരിച്ച ഗുണനിലവാര സർട്ടിഫിക്കേഷനാണ്. ഇത് സ്വർണത്തിന്റെ ശുദ്ധത ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ഹോൾമാർക്ക് ഇല്ലാത്ത സ്വർണം വാങ്ങുന്നത് നിയമപരമായും സാമ്പത്തികമായും അപകടം സൃഷ്ടിക്കും. മുൻപ് വ്യാപകമായി ഉപയോഗിച്ചിരുന്ന KDM സ്വർണം ഇപ്പോൾ ഇന്ത്യയിൽ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ഇനിയും KDM എന്ന് പറഞ്ഞ് സ്വർണം വിൽക്കുന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായ ഇടപാടാണ്. സ്വർണം വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ ദിവസവിലയ്ക്ക് പുറമെ മേക്കിംഗ് ചാർജ് ഈടാക്കുന്നതാണ്. ഇത് കടകളിൽ വ്യത്യാസപ്പെട്ടിരിക്കും. മേക്കിംഗ് ചാർജ് ഗ്രാം അടിസ്ഥാനത്തിലോ ശതമാനം അടിസ്ഥാനത്തിലോ കണക്കാക്കാം. അതിനാൽ വാങ്ങുന്നതിന് മുൻപ് മേക്കിംഗ് ചാർജ് എത്രയാണ് എന്ന് കൃത്യമായി ചോദിച്ചറിയണം. സ്വർണം വാങ്ങുമ്പോൾ GST ബിൽ നിർബന്ധമായും വാങ്ങണം. ബിൽ ഇല്ലെങ്കിൽ ഭാവിയിൽ സ്വർണം തിരികെ നൽകുകയോ മാറ്റി വാങ്ങുകയോ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ നേരിടേണ്ടിവരും. ബില്ലില്ലാത്ത സ്വർണം നിയമപരമായ പരാതികൾക്ക് ഉപയോഗിക്കാനും സാധിക്കില്ല. നിക്ഷേപമായി സ്വർണം വാങ്ങുന്നവർ ഫിസിക്കൽ ഗോൾഡിനൊപ്പം സോവറിൻ ഗോൾഡ് ബോണ്ട്, ഡിജിറ്റൽ ഗോൾഡ് പോലുള്ള സർക്കാർ അംഗീകരിച്ച സുരക്ഷിത നിക്ഷേപ മാർഗങ്ങളും പരിഗണിക്കാം. ഇവയിൽ മോഷണ ഭീഷണി ഇല്ല എന്നതും അധിക ലാഭ സാധ്യതകളുണ്ടെന്നതും പ്രധാന നേട്ടങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ സ്വർണവില കുത്തനെ കൂടും അല്ലെങ്കിൽ പെട്ടെന്ന് താഴും എന്ന തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ ഉടൻ വിശ്വസിക്കാതെ ഔദ്യോഗിക നിരക്കുകൾ പരിശോധിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കണം. അറിവോടെ വാങ്ങിയാൽ സ്വർണം എന്നും സുരക്ഷിതമായ നിക്ഷേപമായിരിക്കും. കാരുണ്യ ഫിനാൻസ് മീഡിയ ഇന്ന് നമ്മൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.